ആർത്താനാമാർത്തിഹന്താരം ഭീതാനാം ഭയനാശനം ദുഷതാം കാലദണ്ഡം തം രാമചന്ദ്രം നമാമ്യഹം. രാമമന്ത്രമോദി വാണിടുന്ന മാനുഷർ ലോകമാന്യനായി ഭവിച്ചു ദിവ്യലോകമാർന്നിടും. അത്ര ശുദ്ധ സത്യപൂർണമായ രാമസൽക്കഥ തോന്നണമിവർക്കു നിത്യം. രാമ രാമ പാഹി മാം. രാമകഥാമൃതത്തിൻ്റെ 16-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട്ടിൽ ദുരന്തമനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ശ്രീരാമ ഭുജംഗപ്രയാദത്തിലെ ചില ശ്ലോകങ്ങൾ അവിടെയുള്ളവരുടെ ദുരിത ശമനത്തിനും ഇന്നലെ രാത്രിയിൽ ഇന്ന് പുലർച്ചയ്ക്കിടയിലുണ്ടായതായ ദുരിതത്തിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ സ്വന്തക്കാർക്കും അവരുടെ ആത്മാവിനും ശാന്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭുജംഗപ്രയാദത്തിലെ ചില ശ്ലോകങ്ങൾ ചൊല്ലിയതിനു ശേഷം നമുക്ക് പ്രഭാഷണത്തിലേക്ക് കടക്കാം. വിശുദ്ധം വരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തർഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. ശിവം നിത്യമേകം വിഭും താരകാഖ്യം സുഖാകാരമാകാരശൂന്യം സുമാന്യം മഹേശം കലേശം സുരേശം പരേശം നരേശം നിരീശം മഹീശം പ്രപദ്യേ. യഥാ വർണ്ണയത് കർണമൂലേന്ദകാലേ ശിവോ രാമ രാമേതി രാമേതി കാശ്യാം തദേകം പരം താരകബ്രഹ്മരൂപം ഭജേഹം 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 ഭജേഹം. മഹാരത്നപീഠേ ശുഭേ കൽപ്പമൂലേ സുഖാസീനമാദിത്യകോടിപ്രകാശം സദാ ജാനകീ ലക്ഷ്മണോപേതമേകം സദാ രാമചന്ദ്രം ഭജേഹം ഭജേഹം. ഗുണരത്നമഞ്ജീരപാദാരവിന്ദം ലസന്മേഖലാചാരുപീതാംബരാഢ്യം മഹാരത്നഹാരോല്ലസത്കൗസ്തുഭാംഗം ഹരിന്മഞ്ജരീ ചഞ്ജരീ ലോലലോലം. ശരശ്ചന്ദ്രകാശ്മീരശോണാധരാഭം സമുദ്രപതംഗേന്ദുകോടിപ്രകാശം നമദ്ബ്രഹ്മരുദ്രാദികോടീരരത്ന സ്ഫുരത്കാന്തി നീരാജിതാരാജിതാംഘ്രിം. പുരഃ പ്രാഞ്ജധീരാഞ്ജനേയാദിമുഖ്യാൻ ശുചിന്മുദ്രയാ മുദ്രയാ ബോധയന്തം ഭജേഹം ഭജേഹം സദാ രാമചന്ദ്രം തദന്യം നമന്യേ നമന്യേ നമന്യേ. കഴിഞ്ഞ ദിവസം ലക്ഷ്മണ ഉപദേശം പറഞ്ഞു തുടങ്ങിയ സമയത്ത് സൂചിപ്പിച്ചു, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന പോകുന്നിതായുസ്സുമോർക്കനീ. ഒരു ക്ഷണനേരം കൊണ്ട് ഇല്ലാതെയാകുന്നതാണ് ഈ ആയുസ് എന്നും ഇവിടെ കാണുന്നതായ ഭൗതിക
സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ നശിക്കുന്നതാണ് എന്നും ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാകുന്നതാണ് എന്നുമൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. വയനാട്ടിലെ ഇന്നലെ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി കഥകൾ പറഞ്ഞും പാട്ടുപാടിയും അമ്മമാർ മക്കളെ താരാട്ടുപാടിയുമൊക്കെ ഉറങ്ങിയ സമയത്ത് അവരാരും വിചാരിച്ചില്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉറ്റവരെയും കൂടെ പിറന്നവരെയും കാണാൻ സാധിക്കില്ല എന്ന്. വിദ്യാലയങ്ങളിൽ നിന്നും വീടുകളിലേക്ക് പോയ കുട്ടികൾ തൊട്ടടുത്ത ദിവസം രാവിലെ സ്കൂളിലേക്ക് എത്താൻ സാധിക്കില്ല എന്നോ അവരവരുടെ കൂട്ടുകാരെ നഷ്ടപ്പെടുമെന്നോ ഒന്നും ആരും വിചാരിച്ചിരുന്നില്ല. എല്ലാം ഒരു രാത്രി കൊണ്ട് ഒരു നാടിനെ മുഴുവൻ വിറങ്ങലിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ദുഃഖം വിതറിക്കൊണ്ട് ഇപ്പോഴും എത്ര പേർ എന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാതെ മണ്ണിനടിയിലും വെള്ളത്തിൽ ഒലിച്ചുപോയവരുമൊക്കെയുണ്ട്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന പോകുന്നതായുസ്സുമോർക്കനീ. എഴുത്തച്ഛൻ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ വരികൾ എഴുതി വച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുന്നവരുടെ വേദനകൾക്കിടയിലും അതിനെ മുതലെടുക്കുന്ന ചിലരെയും നമ്മൾ അവിടെ കണ്ടു. ചില മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ പോലും ഹൃദയം പൊട്ടിപ്പോകും. രാത്രി ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഹോസ്പിറ്റലുകളിലേക്കെത്തി കൂടെ കിടന്നവരെ കാണാനില്ലാതെ വിറങ്ങലിച്ച് മനസ്സുമായി നിൽക്കുന്നവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവും. എന്തു തോന്നുന്നു? വിഷമം തോന്നുന്നുണ്ടോ? കിടക്കുമ്പോൾ എത്ര പേർ കൂടെയുണ്ടായിരുന്നു? രാവിലെ എഴുന്നേറ്റപ്പോൾ എത്ര പേരാണ് കൂടെ ബാക്കിയുണ്ടായിരുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഒരിത്തിരി മനുഷ്യത്വമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് ഇവിടെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ. രാമൻ ലക്ഷ്മണനോട് തൻ്റെ ഉപദേശം തുടരുകയാണ്. ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാത പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല. കാലാന്തരം ആയുസ്സു പോകുന്നതേതുമറിവില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. ഇവിടെ പറയുകയാണ്, ലക്ഷ്മി അസ്ഥിരയാണ്. ഐശ്വര്യം ഇന്നുള്ളവർക്ക് എന്നും ഉണ്ടാകണം എന്നില്ല. പൂന്താനം പറഞ്ഞതുപോലെ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അതുകൊണ്ട് നമുക്കുള്ള
ഐശ്വര്യത്തിലും യൗവനത്തിലും ആരും തന്നെ അഹങ്കരിക്കണ്ട എന്നാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ കാണുന്ന സുഖസൗകര്യങ്ങൾ, ഭാര്യ, കുട്ടികൾ, വേണ്ടപ്പെട്ടവർ, അവരുമൊത്തുള്ള ജീവിതം, ഇതൊക്കെ സുഖകരമാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് എന്ന് സൂചിപ്പിക്കുന്നു. കാരണം ഇതൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ളതല്ല. ഈ ലോകമെന്ന് പറയുന്നത് സ്വപ്നതുല്യമാണ്. മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നു. ഉണരുന്ന സമയത്താണ് നമ്മൾ കണ്ടത് സ്വപ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരം സമുദ്രത്തിൽ അസ്തമിക്കുന്നത് പോലെ എല്ലാം ഒരു ക്ഷണനേരം കൊണ്ട് ഇല്ലാതെയാകുമെന്ന് ഈ പ്രകൃതി തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മായയാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നത് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് മുന്നോട്ട് പോകുന്നതൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇനി അഥവാ അറിഞ്ഞാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചേർത്ത മോഹേന മരിക്കുന്നിതോ ചിലർ, നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോത്തറിയുന്നീല മായ തൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിലാസങ്ങളോരോന്നുമോർക്കായികാൽ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാംബു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ആയുസ് ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പകലാണ്, പിന്നീട് രാത്രിയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് മനുഷ്യൻ. ഈ സമയത്ത് കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ്റെ ലീലാവിലാസങ്ങളൊന്നും അറിയാതെ അവനവൻ്റെ സുഖത്തിൽ മാത്രം മുഴുകിക്കഴിയുന്ന സമയത്ത് രോഗങ്ങളായിട്ടുള്ള ശത്രുക്കൾ വന്ന് നമ്മുടെ ദേഹത്തെ നശിപ്പിക്കും എന്ന് നമ്മളെല്ലാവരും ഓർക്കണം. ഒരു വ്യാഘ്രത്തെ പോലെ ജര നമ്മുടെ അടുത്തേക്ക് വരുന്നു. അത് നമ്മുടെ ശരീരത്തെ നിർണയിക്കുന്നു. പിന്നീട് മൃത്യുവും അതിൻ്റെ കൂടെ എത്തിച്ചേരുന്നു എന്നുകൂടി ഓർക്കുക. ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈശ്വരൻ മാത്രമാണ് നമുക്ക് തുണയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഈശ്വരൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സഹജീവികളോടുള്ള സ്നേഹം വെച്ചു പുലർത്തിക്കൊണ്ട് ദുരിതമനുഭവിക്കുന്ന സഹജീവികൾക്ക് വേണ്ടതായ മാനസികമായിട്ടുള്ള ഒരു താങ്ങ്, അത് ശാരീരികമായും സാമ്പത്തികമായുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നത് പോലെ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന സഹോദരന്മാർക്ക് താങ്ങായി നിൽക്കാൻ സാധിക്കട്ടെ. ഇനി ആരും ഇത്തരത്തിലുള്ള ദുരിതമനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ശ്രീരാമചന്ദ്രസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമ കഥാമൃതം നാളെ ശ്രവിക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം.